ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അൾട്രാജി ആപ്ലിക്കേഷനിൽ നിന്നും എങ്ങനെ നമുക്ക് മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാം. ഡാറ്റയാണെങ്കിലും അതുപോലെ ഡാറ്റ പ്ലാനുകളാണെങ്കിലും ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് കമ്പനിയുടെ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് റീചാർജ് ചെയ്യാം. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അൾട്രാജി ബാങ്കിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ബെനിഫിഷ്യറി ആഡ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാത്തരം വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അൾട്രാജി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ടാബുകളിൽ മാർക്കറ്റ് എന്നൊരു ടാബ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ടോപ്പ് അപ്പ് പ്രൊഡക്ട്സ് എന്ന് ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ടെലികോം പ്രൊഡക്ട്സ് എന്നുള്ള ഭാഗം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ STC മൊബൈൽ, അതുപോലെ സലാം, അതുപോലെ ലിബ്ര അങ്ങനെ തുടങ്ങിയ നിരവധി കമ്പനികളുടെ സിമ്മുകളൊക്കെ ഇവിടുന്ന് റീചാർജ് ചെയ്യാം. നമ്മളിവിടെ STCയുടെ സിമ്മാണ് റീചാർജ് ചെയ്യാൻ പോകുന്നത്. അതിനായി സൗദി ടെലികോം കമ്പനി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സവ റീചാർജ്, സവ പാക്കേജ്, സവ ക്വിക്നെറ്റ് നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് ആ ഒരു ഭാഗം ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സവ റീചാർജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്കിവിടെ എത്ര രൂപയുടെ കാർഡാണ് റീചാർജ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ഞാനിവിടെ 20 റിയാലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചാർജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 20 റിയാൽ റീചാർജ് ചെയ്യുമ്പോൾ 17.39 സൗദി റിയാലാണ് നമുക്ക് റീചാർജായി കിട്ടുക. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് ആക്ടിവേഷൻ, അതുപോലെ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. നമ്മൾ സാധാരണ സ്ക്രാച്ച് കാർഡ് വാങ്ങി റീചാർജ് ചെയ്യും പോലെയാണ് അതിൽ ചെയ്യാൻ സാധിക്കുക. ഡയറക്റ്റ് ആക്ടിവേഷൻ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ബോക്സ് കാണും, അതിൽ നിങ്ങളുടെ റീചാർജ് ചെയ്യേണ്ട മൊബൈൽ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇവിടെ 0 ചേർത്തിട്ടുണ്ടെങ്കിൽ 0 ഒഴിവാക്കിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 20 റിയാലാണ് നമ്മൾ റീചാർജ് ചെയ്യാൻ പോകുന്നത്. ആ അക്കൗണ്ടിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സമ്മറി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2.61 സൗദി റിയാൽ വാറ്റും ബാക്കിയുള്ളതാണ് നമുക്ക് റീചാർജായി കിട്ടുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അൾട്രാജി ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്, അത് അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അൾട്രാജി ആപ്ലിക്കേഷനിൽ നിന്ന് ഏതൊരു മൊബൈൽ നമ്പറും ഡയറക്റ്റായിട്ട് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാത്തരം വിവിധ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.